ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സമയം ചിലവഴിക്കുന്ന ആപ്പുകൾ ഏതെല്ലാമാണെന്ന് അറിയാമോ? 2024 നവംബർ വരെ ആൻഡ്രോയിഡ് ഉപയോക്താക്കള് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ എങ്ങനെ സമയം ചെലവഴിച്ചു എന്ന് വളരെ വേഗം പരിശോധിക്കാം. ഡാറ്റ AI 2025 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഈ ഡാറ്റ പ്രകാരം ഓരോ പ്ലാറ്റ്ഫോമിലും ചെലവഴിച്ച മൊത്തം ക്യുമുലേറ്റീവ് സമയം ഒരു സൂചികയായി നൽകുന്നു. ഇതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുമായി താരതമ്യം ചെയ്ത് മറ്റുള്ളവ എത്രത്തോളം സമയം ഉപയോഗിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാണ് ഡാറ്റ തയ്യാറാക്കിയിരിക്കുന്നത്. 100 എന്ന സൂചികയിൽ നിലയുറപ്പിച്ച് ഈ താരതമ്യത്തിന്റെ അടിസ്ഥാനമാക്കി ഒന്നാം സ്ഥാനത്തുള്ളത് യൂട്യൂബ് ആണ്. ചൈന ഒഴികെയുള്ള ലോകമെമ്പാടുമുള്ള ആൻഡ്രോയിഡ് ഉപയോക്താക്കളും പങ്കെടുത്ത സർവേയിൽ യൂട്യൂബിലെ വീഡിയോകൾ കാണാനും ഇടപഴകാനും ചെലവഴിച്ച മൊത്തം സമയം മറ്റെല്ലാ ആപ്പുകളെക്കാളും കൂടുതലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. 55.4 എന്ന സൂചികയുമായി ശക്തമായി മുന്നിട്ട് നിൽക്കുന്നത് ടിക്ടോക്ക് ആണ്. എല്ലാ ആൻഡ്രോയിഡ് ഉപയോക്താക്കളും ടിക്ടോക്ക് ആപ്പിലുള്ള ഹ്രസ്വ വീഡിയോകളിൽ സ്ക്രോൾ ചെയ്യാൻ ചെലവഴിച്ച മൊത്തം സമയം യൂട്യൂബിൽ ചെലവഴിച്ച മൊത്തം സമയത്തിന്റെ 55% ടിക്ടോക്കിന്റെ വലിയ സ്വാധീനത്തിന്റെ വ്യക്തമായ സൂചനയാണിത്. മാത്രമല്ല ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന ആപ്പ് കൂടിയാണിത്. അടുത്തതായി 52.4 സൂചികയോടെ വാട്സാപ്പാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. പ്രാഥമികമായി ഒരു സന്ദേശമേഖല ആപ്ലിക്കേഷനാണെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേറ്റുകള്, മീഡിയ പങ്കിടല് തുടങ്ങിയ ഫീച്ചറുകള് മൊത്തത്തിലുള്ള ഉപയോക്തൃ സമയത്തിൽ കാര്യമായ പങ്കുവഹിക്കുന്നു. ശക്തമായ മത്സരത്തില് ടിക്ടോക്കിന് തൊട്ടുപുറകിലായി വാട്സാപ്പ് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തൊട്ടുപിന്നാലെ 52.3 സൂചികയുമായി ഫേസ്ബുക്ക് 4ാം സ്ഥാനത്തുണ്ട്. ഒരു പഴയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ലോകമെമ്പാടുമുള്ള ആൻഡ്രോയിഡ് ഉപയോക്താക്കളുടെ സമയത്തിന്റെ വലിയൊരു പങ്ക് ഇപ്പോഴും ഫേസ്ബുക്ക് കൈവശപ്പെടുത്തുന്നു എന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ആദ്യ 5-ല് അവസാനമായി വരുന്നത് 42.5 സൂചികയുള്ള ഇൻസ്റ്റാഗ്രാം ആണ്. വിഷ്വൽ ഉള്ളടക്കത്തിലുള്ള ശ്രദ്ധ ഉപയോക്താക്കളെ കാര്യമായ സമയം ഇടപഴകാന് പ്രേരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഒരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. താഴേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത സ്ഥാനങ്ങളിലെ യഥാക്രമം മെസ്സഞ്ചർ, ടെലിഗ്രാം, എക്സ് എന്നീ പ്ലാറ്റ്ഫോമുകളാണ് നിലവിലുള്ളത്. ഡാറ്റ AI സമാഹരിച്ച ഈ ഡാറ്റ ആൻഡ്രോയിഡ് ഉപയോക്താക്കളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണെന്നും ചൈനയിൽ നിന്നുള്ള ഡാറ്റ ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും ഓർക്കേണ്ടത് പ്രധാനമാണ്. ഇത് മൊത്തം ക്യുമുലേറ്റീവ് സമയത്തിന്റെ ഒരു സ്നാപ്ഷോട്ട് ആണ്. അതായത് എല്ലാ സജീവ ഉപയോക്താക്കളും ചെലവഴിച്ച സമയം ഇതിൽ കണക്കാക്കുന്നു.